തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാറിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാറിടമേ. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനെ, സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനെ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിൻ്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാറിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാറിടമേ, എൻ്റെ താതൻ്റെ മാറിടമേ. അക്കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകലും രാത്രിയുമായി വചനം ശുശ്രൂഷിക്കാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജിബിൻ കോട്ടൂരിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചെറിയ പ്രായം മുതലേ അവരുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ ചർച്ചിലുണ്ട്. ചെറിയ പ്രായം മുതലേ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുകയും ദൈവം ശക്തമായിട്ട് വചന ശുശ്രൂഷയിലും കൃപാവര ശുശ്രൂഷയിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. ശരിക്കും ഞാൻ
പാസ്റ്ററെ എന്നുള്ള ഒരു വിളിയല്ല വിളിക്കുന്നത്. അത്രയും ഒരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഞാൻ നിങ്ങളടുത്ത് രാവിലെ പറഞ്ഞു, എനിക്ക് ആകപ്പാടെ തിരുവനന്തപുരത്ത് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഒരു ദൈവദാസനുമായിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റർ ജിബിനുമായിട്ടാണ്. അത്രയും ദീർഘവർഷങ്ങളായി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നല്ലൊരു സ്നേഹബന്ധം പുലർത്താൻ കർത്താവ് സഹായിച്ചു. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷയെക്കുറിച്ചൊരു ബോധ്യം എനിക്കുണ്ട്. ഇന്ന് രാത്രിയും അതേ ദൈവപ്രവൃത്തികൾ ഇവിടെ വെളിപ്പെടും. ആർക്ക് വേണം ഈ ഉണക്കയാമേൻ? നല്ല യാമയും പറഞ്ഞേ. പറയുന്നെങ്കിൽ നന്നായിട്ട് പറയണം. നല്ലൊരു ആമയും പറഞ്ഞേ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേൽക്കാം. കരങ്ങളെ നന്നായി ചേർത്തടിച്ച് എല്ലാവരും എഴുന്നേൽക്കണം. കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യാം. കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവർ കരം ഉയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. ദൈവകൃപയും ദൈവ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവസഭയായി പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രിയിലും നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വചനവും സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ ശ്രേഷ്ഠകരമായ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിലേക്ക്, റിവൈവൽ ചർച്ചിലേക്ക് എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച ക്രിസ്തുവിൽ ബഹുമാനിയനും ആദരണീയനും ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കർത്താവിൽ പ്രിയ അഭിഷക്തൻ പാസ്റ്റർ വിനീത് ജോയ് അവർകളോടുള്ള സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ദീർഘവർഷങ്ങളുടെ ബന്ധങ്ങൾ പ്രിയ അഭിഷക്തനുമായിട്ടുണ്ട്. ആമേൻ. ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. പല ആവർത്തി എൻ്റെ സഭയിൽ പ്രിയ അഭിഷക്തൻ കടന്നു വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ആമേൻ. ഈ പട്ടണത്തിൻ്റെ നടുവിൽ ഇങ്ങനെ വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടത്തെ കർത്താവ് തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസി പ്രിയ ശ്രുതിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നോടൊപ്പം ആത്മമണ്ഡലത്തിൽ വളരെ ശക്തമായി ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസിയോടുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ ചർച്ചിലെ ലീഡേഴ്സ്, ചേർന്ന് ആരാധിക്കുന്ന എല്ലാ മാന്യരായിട്ടുള്ള ദൈവജനങ്ങൾ, പ്രത്യേകിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച പ്രിയ ജിബിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരുമിച്ച് കാണുവാൻ കർത്താവ് അനുവദിച്ച നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടെ കരമുയർത്തി ഒന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നിശ്ചയമായിട്ട് കർത്താവ് നമ്മോട് സംസാരിക്കും. എനിക്ക് ശബ്ദത്തിന് അല്പമായിട്ടുള്ള പ്രയാസമുണ്ട്, എന്നാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഓക്കെ ആയിട്ട് വരും. വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദിവസസന്നിധിയിലായിരിക്കാം. നമുക്ക് വളരെ ശാന്തമായിട്ട് ഇന്ന് രാത്രിയിൽ വചനം ചിന്തിച്ച് അതിനകത്തുള്ള ആത്മനിറവിൻ്റെ വിടുതലുകളെ ഏറ്റെടുക്കാം. ആമേൻ. ഞാൻ ഒത്തിരി സമയം ദീർഘമാക്കത്തില്ല. ആമേൻ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. നാളെ പാലക്കാട് വടക്കാഞ്ചേരിയിൽ ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിവേഗത്തിൽ പോകണം. അഭിഷേകത്തിനോട് സമയം പറഞ്ഞു. ആ സമയത്തിനകത്ത് വെച്ച് തന്നെ ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷകൾ അവസാനിക്കും. എന്നാലും ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് നമ്മോട് ഒരു ദൈവശബ്ദം കൈമാറാൻ മണിക്കൂറുകളുടെ ആവശ്യമില്ല. ഒരൊറ്റ സമയം മതി. അമരാഴമായ ദൈവശബ്ദങ്ങൾ കർത്താവിനെ നമ്മോട് കൈമാറുവാനായിട്ട് കഴിയും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ച ആമേൻ തിരുവചന ചിന്തയിലേക്ക് തന്നെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടുത്തൊരു ഭാഗം പറഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗിൽഗാൽ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. വായിച്ചാട്ട് വരെകൾ 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിച്ചാണ്. 1 ശമൂവേൽ 10:8. എന്നാൽ നീ എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിപ്പാൻ ഞാൻ നിന്റെ അടുക്കൽ വരും. ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം അവിടെ കാത്തിരിക്കണം. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ദൈവാത്മാവ് തുടർന്നും ഇന്ന് രാത്രിയിൽ ആഴമായിട്ട് സംസാരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് നമ്മോട് സംസാരിക്കുമെന്ന്? കർത്താവ് നമ്മോട് സംസാരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിശ്ചയമായിട്ട് കർത്താവ് സംസാരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ഭാഗം ഒരിക്കൽ കൂടെ മൈക്കിലൂടെ ഞാൻ വായിക്കാം. 1 ശമൂവേൽ 10:8-ാമത്തെ വാക്യം. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിൽഗാലിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുവാൻ ഞാൻ നിൻ്റെ അടുക്കൽ വരും. ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടതെന്തെന്ന് പറഞ്ഞു തരുവോളം 7 ദിവസം
അവിടെ കാത്തിരിക്കണം. എവിടെ കാത്തിരിക്കണം? കുറച്ച് പറഞ്ഞ് എവിടെ കാത്തിരിക്കണം? എല്ലാവരും പറഞ്ഞേ. ഗിൽഗാലിൽ കാത്തിരിക്കണം. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ ശൗലിനോട് പറയുകയാണ്, നീ ഒരു 7 ദിവസം ഗിൽഗാലിൽ വെയിറ്റ് ചെയ്യണം. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അടുത്തിനി എന്തോ ഒരു വലിയൊരു ദൗത്യം നിൻ്റെ മേൽ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യം അറിയിച്ചിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് പറയും നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതുവരെ വളരെ ശാന്തതയോടുകൂടെ, അല്ലെങ്കിൽ അവിടെ നീ കാത്തിരിക്കണം. അവിടെ കാത്തിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും കൂടെ പറഞ്ഞു. എന്താ സംഭവിക്കാൻ പോകുന്നത്? 6-ാമത്തെ വാക്യം 10:6. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിൻ്റെ മേൽ എന്ത് ചെയ്യും? വരും. നിൻ്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ എന്ത് ചെയ്യും? പ്രവചിക്കും. പ്രവചിക്കുക മാത്രമല്ല, അടുത്ത പദം ആള് മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഗിൽഗാലിൽ 7 ദിവസം ഇരുന്ന് നീ ആള് മാറിക്കഴിഞ്ഞാൽ അടുത്ത് നീ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ഞാൻ എന്ത് ചെയ്തു തരാം? പറയാം. സ്തോത്രം. അപ്പോൾ ആള് മാറിയവർക്ക് അടുത്ത പ്രോജക്റ്റ് ഉള്ളൂ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഡ്യൂട്ടിയിലോട്ട് കയറണമെങ്കിൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് നമ്മുടെ ലൈഫിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകണം, അല്ലേ? ആമേൻ. MBBS ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡ്യൂട്ടി ഇടത്തില്ല. സ്തോത്രം. ചികിത്സിക്കാൻ പറ്റത്തില്ല. അത് കംപ്ലീറ്റ് ചെയ്യണം. സ്തോത്രം. ആമേൻ. 5 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയാലും പറ്റത്തില്ല. അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. നമ്മൾ ആ പ്രത്യേക വിഷയങ്ങൾ തിരിഞ്ഞ് പഠിക്കണം. ഒത്തിരി പ്രോസസ്സുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്ന് പറഞ്ഞാൽ ഈ ദൈവപ്രവൃത്തി ഒരുവൻ്റെ ലൈഫിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി മെത്തേഡല്ല. അത് ഈസി മെത്തേഡ് അല്ല. ഈ പെട്ടെന്നുണ്ടാകുന്നതെല്ലാം താൽക്കാലികമാണ്. സ്തോത്രം പറഞ്ഞ്. ഹല്ലേലൂയ. ഈ പെട്ടെന്നുണ്ടാകുന്നതെല്ലാം, ചില ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഒറ്റ രാത്രി കൊണ്ട് ഡോക്ടേഴ്സ് ആകുന്നവരുണ്ട്. കുറച്ച് പൈസ കൊടുത്താൽ മതി, തമിഴ്നാട്ടിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അത് ഫേക്കാണ്, അത് നിലനിൽപ്പില്ല. ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് പണക്കാരാവുന്നവർ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ചോണം. ആ പണം എന്തോ കള്ളപ്പണമാണ്. ആ പണം നേരായ മാർഗത്തിലൂടെ ഉള്ളതല്ല. അപ്പോൾ ഈ ദൈവിക നന്മകൾ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് വരുന്നതല്ല. അത് ഗ്രാജ്വലി നമ്മൾ ജയിച്ച് ആമേൻ. സ്തോത്രം പറഞ്ഞേ. അത് ജയത്തിലൂടെ ലഭിക്കുന്നതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ രാത്രി ഞാൻ പറയാം, ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഓരോ മേഖലയ്ക്കകത്തും ഇന്ന് രാത്രി നീ ജയിക്കണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, പിശാചിനെ ഒരു സാധാരണക്കാരനായിട്ട് കാണരുത്. ഇന്ന് രാത്രി അവൻ്റെ തന്ത്രങ്ങൾ വലുതാണ്. അതിനെ ജയിക്കാനുള്ള ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വേണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അവനെ തകർത്തു. കാര്യമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവനെ ഈ തലമുറയിൽ ജയിക്കാനുള്ള ഒരു അഭിഷേകം വേണം. ബൈബിൾ പറയുന്നു, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുമെന്നാ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം പേർ തെറ്റിപ്പോയ കാലമാണ്. ഒത്തിരി പേർ തെറ്റിപ്പോയ കാലം. അവിടെയൊക്കെ അകത്തൊരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്യത്തില്ല, തെറ്റത്തില്ല, എന്നെ തെറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ചിന്തിച്ചവരെല്ലാം തെറ്റിപ്പോയി. ഇന്ന് രാത്രി ഞാൻ പറയാം, അവൻ തെറ്റരുത് കേട്ടോ, ജയിക്കണം. നിന്നെ തെറ്റിച്ച് തോൽപ്പിക്കാൻ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ജയിച്ചു കയറി വരണം. ആമേൻ. അപ്പോൾ ഈ ശൗലിൻ്റെ തലയിൽ ശമൂവേൽ പ്രവാചകൻ അഭിഷേകത്തിൻ്റെ തൈലം ഒഴിച്ചിട്ട് ഒരു 7 ദിവസം എവിടെ ഇരിക്കാൻ പറഞ്ഞു? ഗിൽഗാലിൽ ഇരിക്കാൻ പറഞ്ഞു. ആ ഗിൽഗാലിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ പകൽ പറഞ്ഞു. എന്താണ് ഗിൽഗാലിൻ്റെ പ്രത്യേകത? യോശുവയും കൂട്ടരും അല്ലേ യോർദാനിൽ നിന്നെടുത്ത 12 കല്ല് എവിടെ നാട്ടി? ഗിൽഗാലിൽ നാട്ടി. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, അവൻ ജയത്തിൻ്റെ 12 കല്ല് ഇരിക്കുന്നതാണ് ഏത്? ഗിൽഗാൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ശൗലെന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ശമൂവേൽ പ്രവാചകനിലൂടെ ഈ അഭിഷേകം പ്രാപിക്കുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്തോത്രം പറഞ്ഞേ. ഈ അഭിഷേകം പ്രാപിച്ചു. ഗിൽഗാലിൽ 7 ദിവസം ഇരുന്ന് ആത്മശക്തി പ്രാപിച്ചു. പ്രവചിച്ച ആള് മാറി, ആള് വീണു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഏത് ശമൂവേൽ പ്രവാചകൻ രാജത്വം ഏൽപ്പിച്ചോ അതേ പ്രവാചകൻ അവനിൽ നിന്ന് രാജത്വത്തെ നീക്കിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു രാജാവായെന്നും പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കരുത്. കേൾക്കണം, നിന്റെ ഗ്രേഡുകൾ വർദ്ധിക്കുമ്പോൾ നീ സൂക്ഷിച്ചോണം. അഭിഷേകം വീഴുമ്പോൾ എന്ത് ചെയ്തോണം? നമ്മൾ കെയർ ചെയ്തോണം. ഞാൻ പറഞ്ഞത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? സ്വത്രം പറഞ്ഞ് നമ്മൾ അഭിഷക്തനാകുന്നതിന് മുമ്പ് നമ്മൾ കയറിയേണ്ട കാര്യമില്ല.
പക്ഷേ നിന്റെ മേലെ അഭിഷേകം വീണ് കഴിഞ്ഞാൽ പിശാചിന്റെ അടുത്ത ലക്ഷ്യം നിന്നെ അടിച്ചിടുക എന്നുള്ളതാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, അഭിഷേകം പ്രാപിച്ച ജനങ്ങൾ പിശാചിനെ സാധാരണക്കാരനായി കാണരുത്. അഭിഷേകത്തിന്റെ ഉന്നത തലങ്ങളിൽ നിന്നവരെ അവൻ വീഴ്ത്തിക്കളഞ്ഞെങ്കിൽ ഈ തലമുറയിൽ നിന്നെയും വീഴ്ത്താൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അതിനെ ജയിക്കാനുള്ള ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഗിൽഗാലിന്റെ ഒന്നാമത്തെ പ്രത്യേകത ജയത്തിന്റെ 12 കല്ലിരിക്കുന്ന സ്ഥലമാണ് ഗിൽഗാല്. ഗിൽഗാലിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്നറിയോ? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. വേഗത്തിൽ വായിക്കാം മോളെ. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ പറഞ്ഞേ ഗിൽഗാൽ എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൽ നിന്ന് മിസ്രയീമിന്റെ നിന്നയെ ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ് ഗിൽഗാൽ. അങ്ങനെയാണെങ്കിൽ അഭിഷേകത്തിൻ്റെ തൈലം ഒഴിച്ചിട്ട് ശൗലിനെ പ്രവാചകൻ കൊണ്ടിരുത്തിയത് നിന്നയുടെ സ്ഥലമല്ല, നിന്നയെ ഉരുട്ടിക്കളഞ്ഞ സ്ഥലത്താണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ മേലൊരു ആത്മ പകർച്ച നടന്നു കഴിഞ്ഞാൽ ഇനി നീ ഇരിക്കാൻ പോകുന്നത് നിന്നയ്ക്കകത്തല്ല, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റി ദൈവം വിടുവിക്കാൻ ശക്തനാണ്. നിന്നയെ ഉരുട്ടി മാറ്റാൻ ശക്തനാണ് എൻ്റെ ദൈവം. ഏത് കാട്ടാക്കടയുടെ മണ്ണിൽ നീ നിന്ദിക്കപ്പെട്ടോ, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി അഭിഷേകത്തിന് ഏൽപ്പിച്ചു കൊടുത്തോണം. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ ഗിൽഗാലിന്റെ രണ്ടാമത്തെ പ്രത്യേകത നിന്നയെ ഉരുട്ടി മാറ്റിയ സ്ഥലമാണ്. ഗിൽഗാലിന്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോശുവയും പടജനവും സകല പരാക്രമശാലികളും എവിടെ നിന്ന് പുറപ്പെട്ടു? ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. പദം പറഞ്ഞാട്ടെ, ആ പദം പറഞ്ഞ് എവിടെ നിന്ന് പുറപ്പെട്ടു? ഓർത്ത് പറഞ്ഞേ, ആര് പുറപ്പെട്ടു? ഭയമുള്ളവർ പുറപ്പെട്ടെന്നാണോ? അല്ല, യോശുവയും പടജനവും പരാക്രമശാലികളും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഗിൽഗാലിന്റെ പ്രത്യേകത അത് ജയത്തിന്റെ 12 കല്ല് ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, നിന്ന ഉരുണ്ടു മാറിയ സ്ഥലം മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അടുത്ത ഒരു പരാക്രമശാലി എഴുന്നേറ്റ് വന്ന പട്ടണമാണ്. ഈ 19-ാമത്തെ രാത്രിയിൽ പൈശാചിക മണ്ഡലങ്ങളെ അടിച്ചു തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള പരാക്രമശാലികൾ കരമടിച്ച് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് അടിച്ച് സ്തുതിച്ചോണം. പിശാചിന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ അഭിഷേകമുള്ള പരാക്രമശാലികൾ ഇന്ന് രാത്രി ഗിൽഗാലിൽ നിന്ന് പ്രിയരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഗിൽഗാലിനകത്താണ് ആരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്? ശൗലിനെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. നീ ഒരു 7 ദിവസം ഇരുന്നാലേ വരത്തുള്ളൂ. 7 ദിവസം ഇരുന്ന് ആള് മാറണം. സത്യം പറഞ്ഞാൽ ഈ ശൗൽ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഞാൻ പറഞ്ഞതുപോലെ ഗിൽഗാലിൽ വന്ന് 7 ദിവസം ഇരിക്കുകയും രാജകീയ തലങ്ങളിലേക്ക് കയറി പോകുമെന്ന് ചിന്തിച്ച ഒരു മനുഷ്യനെ അല്ല. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവാരാ പറഞ്ഞേ? ശൗൽ. അതൊരു ചരിത്രമാണല്ലേ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ശൗലാണ്. കേൾക്കണം, സത്യം പറഞ്ഞാൽ ഇസ്രായേൽ ഒന്നാമത്തെ രാജാവായി കയറി വരേണ്ടത് ശൗലല്ലായിരുന്നു. ആരല്ലായിരുന്നു? ശൗലല്ലായിരുന്നു. പറയാം, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് ശൗൽ. അപ്പോൾ ശൗലിന് മുമ്പ് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ശൗലിന് മുമ്പ് ഇസ്രായേലിൽ ആരില്ല? കുറച്ച് പറ. രാജാവില്ല. അപ്പോൾ രാജാക്കന്മാരില്ലാത്ത കാലഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ചതാരാ? കേട്ടില്ലല്ലോ. ന്യായാധിപന്മാർ മാത്രമല്ല, പ്രവാചകന്മാർ. അല്ലേ? ന്യായാധിപന്മാരും പ്രവാചകന്മാരുമാണ് ഇസ്രായേലിനെ നയിച്ചത്. നമുക്കറിയാം,
ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് ദൈവം മോശ എന്ന വലിയ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് 10 ബാധകളെ അയച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ കിടക്കുന്ന ആ ഫറവോന്യ ബന്ധനത്തെ, മിസ്രൈമ ബന്ധനത്തെ പൊട്ടിച്ച് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നു. ആര് കൊണ്ടുവരുന്നു? മോശ. അന്ന് മുതൽ ഇസ്രായേൽ ജനത്തെ നയിച്ചത് മോശയാണ്. ആരാ നയിച്ചത്? മോശ. മോശ മുമ്പിൽ നിന്ന് നയിച്ചെങ്കിലും കിങ് എന്നുള്ള ഒരു ലേബൽ ആർക്കില്ല? പറ, മോശയ്ക്ക് ഇല്ല. മോശ ആരല്ല? രാജാവല്ല, പ്രവാചകനാണ്. ആരല്ല? രാജാവല്ല, പക്ഷെ ആരാ? പ്രവാചകൻ. എന്നാൽ മോശയുടെ മരണശേഷം, മോശയുടെ ജീവകാലത്ത് തന്നെ താൻ അടുത്തൊരു ലീഡറിനെ എഴുന്നേൽപ്പിച്ചു. ആരാ? യോശുവ എഴുന്നേൽപ്പിച്ചു. എന്നാൽ യോശുവ മരിച്ചപ്പോൾ, യോശുവ മരിക്കുന്നതിന് മുന്നമേ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ അടുത്തൊരു ലീഡറിനെ യോശുവ എഴുന്നേൽപ്പിച്ചില്ല. ആരെഴുന്നേൽപ്പിച്ചില്ല? യോശുവ എഴുന്നേൽപ്പിച്ചില്ല. അപ്പോൾ ഈ ലീഡർ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കേൾക്കണം. അപ്പോൾ യോശുവയ്ക്ക് ശേഷം അടുത്തൊരു ലീഡർ ഇല്ലായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കൾ യഹോവയോട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടത്? ഈ ചോദ്യം എപ്പോഴാണ് വന്നേ? യോശുവയുടെ മരണശേഷം. അപ്പോൾ യോശുവയുടെ മരണശേഷം അടുത്ത ലീഡർ ഇല്ലാതെ വന്നപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങൾ നിരന്നിന്ന് ചോദിക്കുക, ഞങ്ങളിൽ ആര് മുമ്പിൽ നിൽക്കണം? കനാന്യരോട് യുദ്ധം ചെയ്യാൻ മുമ്പിൽ ഞങ്ങളിൽ ആര് നിൽക്കണം? ഞങ്ങളിൽ ആരും നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞ മറുപടി ന്യായാധിപന്മാർ 1:2 പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. ആരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാണ്? യഹൂദയുടെ കരത്തിൽ ഏൽപ്പിക്കാൻ പോവാ. അപ്പോൾ യോശുവയുടെ മരണശേഷം ഇസ്രായേലിൽ കനാന്യ ശക്തിയുടെ മുമ്പിൽ നിൽക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അടുത്തൊരു കൂട്ടമാണ് യഹൂദ എന്ന് പറയുന്നത്. യഹൂദയെ മുമ്പിൽ നിർത്തിയെങ്കിലും യഹൂദയിൽ നിന്ന് ഒരുത്തനെ തിരഞ്ഞെടുത്ത് കിങ് എന്നുള്ള ലേബൽ കൊടുത്തില്ല. അപ്പോഴും ആരില്ല? രാജാവില്ല. കേൾക്കണേ, ബാക്കി 11 ഗോത്രങ്ങളെ മാറ്റി നിർത്തിയിട്ട് എന്തുകൊണ്ട് ദൈവം യഹൂദയെ തിരഞ്ഞെടുക്കാനുള്ള കാര്യം? ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണ് യഹൂദയ്ക്കുള്ളത്? നമുക്കറിയാം യഹൂദ ആരാ? ആരാ യഹൂദ? പറ, യഹൂദ ആരാ? മിണ്ടുന്നില്ലല്ലോ. പറഞ്ഞേ പിള്ളേരെ, യഹൂദ ആരാ? അയ്യോ, നോക്കിക്കൊണ്ടിരിക്കുകയാണോ? മിണ്ടുന്നില്ലല്ലോ. യഹൂദ ആരാ? യാക്കോബിൽ നിന്ന് തൻ്റെ ആദ്യ ഭാര്യയായ ലേയയ്ക്ക് ജനിച്ച 4ാമത്തെ തലമുറയാണ് ആര്? യഹൂദ. 4ാമത്തെ തലമുറയാണ് യഹൂദ. ലേയ യഹൂദയെ പ്രസവിക്കുന്നതിന് മുന്നമേ 3 തലമുറകൾക്ക് ജന്മം കൊടുത്തു. 3 മക്കൾക്ക് എന്ത് ചെയ്തു? ജന്മം കൊടുത്തു. പേര് പറയാവോ? പറ. രൂബേൻ, ശിമയോൻ, ലേവി. 3 തലമുറയ്ക്ക് എന്ത് ചെയ്തു? ജന്മം കൊടുത്തു. 3 തലമുറകൾക്ക്. കേൾക്കണം, ഓരോ തലമുറയും ജനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം, ഇപ്പോൾ ആരും തുറക്കണ്ട, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലേയ ഓരോ തലമുറയും പ്രസവിക്കുമ്പോൾ ലേയുടെ അകത്ത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം എൻ്റെ സങ്കടം കാണും, എൻ്റെ അച്ചായൻ എന്നെ സ്നേഹിക്കും, യാക്കോബ് എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. അപ്പോൾ തലമുറ ജനിക്കുമ്പോഴും ലേയുടെ ആഗ്രഹം, ദൈവം എൻ്റെ സങ്കടം കണ്ടു, എൻ്റെ വേദന മാറ്റി, എൻ്റെ ഹസ്ബൻഡ് എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും എന്നായിരുന്നു ആരുടെ ചിന്ത? ലേയുടെ ചിന്ത. 1ാമത്തെ തലമുറയായ രൂബേൻ ജനിച്ചിട്ടും വിഷയത്തിന് വിടുതലായില്ല. 2ാമത്തെ തലമുറയായ ശിമയോൻ ജനിച്ചു, എന്നിട്ടും വിഷയത്തിന് എന്തായില്ല? വിടുതലായില്ല. 3ാമത്തെ തലമുറയായ ലേവി ജനിക്കുമ്പോഴും ലേയുടെ അകത്തുള്ള ആഗ്രഹവും ചിന്തയും, ദൈവം എൻ്റെ സങ്കടം കണ്ടു, ഇനിയെങ്കിലും ഹസ്ബൻഡ് എന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. ആ 3 തലമുറ ജനിച്ചിട്ടും ലേയ്ക്ക് വിടുതലായില്ല. മനസ്സിലായോ? കാരണം ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ലേയ അനിഷ്ട എന്ന് ആര് കണ്ടു? എല്ലാവരും എന്നെ നോക്കി, ഇനിയിപ്പോൾ ആരും ബൈബിൾ നോക്കരുത്. ലേയ, ഇതാ ഞാൻ റെഫറൻസ് പറയാത്ത, റെഫറൻസ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറഞ്ഞു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കേൾക്കണം, ലേയ അനിഷ്ട എന്ന് ആര് കണ്ടു? യഹോവ കണ്ടു. സത്യം പറഞ്ഞാൽ യാക്കോബ് എന്തു പറയുന്ന മനുഷ്യൻ
ലേയ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചവൻ അല്ല. യാക്കോബ് തൻ്റെ അമ്മായിയപ്പനായ ലാബാനെ 7 വർഷം സേവിച്ചത് റാഗേലിന് വിവാഹം കഴിക്കാനാ, അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നു, യാക്കോബ് റാഗേലിനെ സ്നേഹിക്കുക കൊണ്ട് ആ 7 വർഷം യാക്കോബിന് എങ്ങനെ തോന്നി? അല്പകാലം പോലെ തോന്നി. എങ്ങനെ തോന്നി? കുറച്ച് പറ. 7 വർഷം അല്പകാലം പോലെ തോന്നി. എന്നാൽ 7ാമത്തെ വർഷത്തിൽ വിവാഹ പന്തലിൽ യാക്കോബിൻ്റെ അടുക്കൽ അവൻ കല്യാണ പെങ്കൊച്ചായിട്ട് ഒരുങ്ങി വന്നിരുന്നത് റാഗേലല്ല. താൻ 7 വർഷം കാത്തിരുന്ന റാഗേലല്ല, പിന്നെ ആരാ? ലേയയാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് യാക്കോബ് തിരിച്ചറിഞ്ഞത്, ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ 7 വർഷം കാത്തിരുന്ന റാഗേലിനെ അല്ല, പിന്നെ ആരെയാ? ലേയയാണ്. ഇത് തിരിച്ചറിഞ്ഞ യാക്കോബ് ലാബാന്റെ അടുക്കൽ വന്ന് ചോദിക്കുക, താങ്കൾ എന്നാ ചതിയാ കാണിച്ചെന്ന് ചോദിച്ചപ്പോൾ ലാബാൻ പറഞ്ഞൊരു പദമുണ്ട്, മൂത്തവൾ ഇരിക്കെ ഇളയവളെ വിവാഹം ചെയ്ത് അയക്കുന്ന സമ്പ്രദായം എൻ്റെ വീട്ടിനകത്ത് ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിലില്ല കേട്ടോ. നീ ഒരു 7 വർഷം കൂടെ ഞങ്ങളെ എന്നെ സേവിച്ച കേൾക്കണേ, നിനക്ക് റാഗേലിനും കൂടെ വിവാഹം ചെയ്ത് തരാം. കേൾക്കണം, നീണ്ട 14 വർഷം വിത്തൗട്ട് സാലറി ഒരു പെങ്കൊച്ചിന് വേണ്ടിയിട്ട് യാക്കോബ് സ്പെൻഡ് ചെയ്യുകയാണ്. എത്ര വർഷം? ആർക്ക് വേണ്ടി? 14 വർഷം ഒരു കൊച്ചിന് വേണ്ടിയിട്ട് സാലറി ഇല്ലാതെ ലാബാനെ സേവിക്കണമെങ്കിൽ ഈ യാക്കോബ് റാഗേലിനെ സ്നേഹിച്ച റേഞ്ച് എന്തുവാ? എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ പ്രേമമാണ് ഏറ്റവും വലിയ. അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞാൽ കാത്തിരിക്കില്ല, പക്ഷെ വല്ലവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞാൽ മിണ്ടുന്നില്ലല്ലോ. കേൾക്കണം, 7ാമത്തെ വർഷം യാക്കോബിന്റെ അടുക്കൽ വിവാഹ പെങ്കൊച്ചായിട്ട് വന്നിരുന്നത് ലേയാണ്. ഒഫീഷ്യലി ലേയ യാക്കോബിന്റെ ഭാര്യയായിട്ട് തീർന്നു, അല്ലേ? യാക്കോബിന്റെ ഭാര്യയായിട്ട് ആര് തീർന്നു? ലേയ തീർന്നു. പക്ഷേ ആ കല്യാണം കഴിഞ്ഞിട്ടുള്ള മുന്നോട്ടുള്ള ലേയയുടെ ഈ യഹൂദ ജനിക്കുന്നത് വരെയുള്ള ലേയയുടെ കുടുംബജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നരകമായിരുന്നു. എന്തായിരുന്നു? നരകം. കാരണം എന്നറിയാവോ? ലീഗലി ഒഫീഷ്യലി ലേയയാണ് യാക്കോബിൻ്റെ അടുക്കൽ ഭാര്യയായിട്ടുണ്ടെങ്കിലും യാക്കോബിൻ്റെ അകത്ത് മുഴുവൻ ലേയയല്ല, റാഹേലാണ്. പക്ഷെ കെട്ടിക്കൊണ്ട് കൂടെ നടക്കുന്നത് ആരെയാണ്? മിണ്ടുന്നില്ലല്ലോ. ലേയ. ഭാര്യയായിട്ട് കൂടെ നടക്കുന്നത് ലേയ. പക്ഷേ യാക്കോബിൻ്റെ അകത്ത് റാഗേൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവിൻ്റെ അകത്ത് ഒരന്യ സ്ത്രീയാണെങ്കിൽ ആ ഭാര്യ അനുഭവിക്കുന്ന വേദന എന്തുമായിരിക്കും? വേണ്ടുന്നില്ലല്ലോ. കേട്ടോ, സഹോദരമൊക്കെ പോയോ? ഹല്ലേലൂയ. നരകമായ കുടുംബജീവിതം. എന്നോട് കർത്താവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ പിശാച് തച്ചുടച്ചു വച്ച കുടുംബ ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ചില ലേയമാരുടെ ആരാധനക്കകത്ത് സ്വർഗം മറുപടി അയക്കാൻ പോകുന്നു എന്ന് ആരോട് പറയാതെ രഹസ്യത്തിൽ വേദന അനുഭവിക്കുന്ന ചില ലേയമാരുണ്ട്. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നിന്റെ കണ്ണുനീരിന്, നീ അനുഭവിച്ച വേദനയ്ക്ക്, നിന്റെ ഞെരുക്കത്തിന്, നീ അനുഭവിച്ച കഷ്ടതയ്ക്ക്, നിന്റെ അരിഷ്ടതയ്ക്ക് ഇന്ന് രാത്രി ദൈവം മറുപടി തരുമെന്ന്. ലേയ ചിന്തിച്ചു, ഒരു തലമുറയെങ്കിലും ജനിക്കുമ്പോൾ എൻ്റെ അച്ചായൻ ഒതുങ്ങുമെന്ന് ചിന്തിച്ചു. പക്ഷേ അച്ചായൻ എന്ത് ചെയ്തില്ല? 3 അടുപ്പിച്ച് വന്നിട്ട് പോലും അച്ചായൻ എന്ത് ചെയ്തില്ല. അപ്പോൾ ഈ തലമുറ ജനിച്ചാലും ഒതുങ്ങാത്ത ചില അച്ചായന്മാരുണ്ട്, ചില അമ്മാമ്മമാരും. മിണ്ടുന്നില്ലല്ലോ. കാരണം ഇപ്പം സ്വോത്രമൊക്കെ പോയി. സ്വോത്രം പറ. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ ഒതുങ്ങേണ്ടടുത്ത് ഒതുങ്ങിയില്ലെങ്കിൽ ദൈവത്തിനറിയാം എങ്ങനെ ഒതുക്കണമെന്ന്.
ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രിയിൽ ഗിൽഗാലിനകത്ത് ചിലതിനെ ഇരുത്തി ഒതുക്കേണ്ടതിന് ഒതുക്കം, മെരുക്കേണ്ടതിന് മെരുക്കം ദൈവ പണിത് 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 യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജഡത്തിൽ ഉയർന്നു നിൽക്കുന്ന സകല മണ്ഡലങ്ങളെയും ദൈവാത്മാവ് പൊളിച്ച് ഏൽപ്പിച്ചു കൊടുത്തോണം കേട്ടോ. വിട്ട് കളയേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിട്ട് കളഞ്ഞോണം കേട്ടോ. ഇല്ലീഗലായിട്ടുള്ളത്, നിയമപരമല്ലാത്തത്, ആവശ്യമില്ലാത്തത്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലകളെ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയെ വെട്ടും, നിന്റെ അഭിഷേകത്തെ വെട്ടും. ഇന്ന് രാത്രി അതിനെ വെട്ടി കയറി വരാൻ ദൈവാത്മാവ് ഇടപെടുകയോ. സ്തോത്രം പറഞ്ഞേ. 3 തലമുറകൾ രൂബേൻ, ശിമയോൻ, ലേവി, ഈ 3 മക്കൾ ജനിക്കുമ്പോൾ ലേയുടെ അകത്തുള്ള ചിന്ത ദൈവം എൻ്റെ സങ്കടം കാണും, ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരുമെന്ന. പക്ഷേ 4ാമത്തെ തലമുറയായി യഹൂദയെ പ്രസവിച്ചപ്പോൾ ലേയുടെ മനസ്സിനകത്ത് ദൈവം എൻ്റെ സങ്കടം കാണുമെന്നല്ല, എൻ്റെ അച്ചായൻ എന്നെ മറുപടി എൻ്റെ അടുക്കൽ വരുമെന്നല്ല, എനിക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ സ്തുതി എന്ന അർത്ഥത്തോടുകൂടെ യഹൂദ എന്ന് പേരിട്ടോ. ഇതിന്റെ അർത്ഥം എന്നറിയാവോ? നീ സങ്കടപ്പെട്ടാലും വേദനിച്ചാലും മാറാത്തത് നീ ആരാധിച്ചാൽ മാറുമെന്ന്. 3 തലമുറ ജനിക്കുമ്പോഴും ലേയുടെ അകത്ത് സങ്കടമായിരുന്നു. എന്നാൽ 4ാമത്തെ തലമുറയെ യഹൂദ ജനിച്ചപ്പോൾ സങ്കടമല്ല, ആരാധനയാണ്. ഇന്ന് രാത്രി നീ സങ്കടപ്പെട്ടാൽ മാറാത്തത് ആരാധിച്ചാൽ മാറും. ഈ 19ാമത്തെ രാത്രിയിൽ നിന്നിൽ നിന്ന് അകത്തു വരുന്ന ആരാധനയുണ്ടല്ലോ, കാലങ്ങളായി വർഷങ്ങളായി നീ അനുഭവിക്കുന്ന വേദനകളെ മാറ്റാൻ നിന്റെ ആരാധനയ്ക്ക് Atabala chuda thala mana kada kata chala thara thara chuda batta bacha batta lada gacha ramdala prabadi gacham ചൂടബാല വൈഡബാല ചൂടധാര ധേരധാര ആരാധിച്ച് ജയമേറ്റെടുത്തോ. വർഷങ്ങളായി കുടുംബങ്ങളെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഭാര്യഭർത്തൃ ജീവിതങ്ങളെ ബന്ധിച്ച് ജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി ആരാധനക്കകത്ത് പൊട്ടി മാറുന്ന അളവിൽ ഹല്ലേലൂയ. കേൾക്കണേ, അങ്ങനെ സ്തുതിക്കകത്തു പുറത്തു വന്ന തലമുറയാണ് യഹൂദ. ഹല്ലേലൂയ. ഞാൻ പറയാം, ചില വേദനയുടെ കാലങ്ങൾ നീണ്ടുപോകുന്നത് നല്ലതാണ് കേട്ടോ. കാരണം യഹൂദ ജനിച്ചതോടുകൂടെ ലേയുടെ പ്രസവം നിർത്തി. കാരണം അവളുടെ വിഷയത്തിന് മറുപടിയായി. ഇതിനർത്ഥമെന്നറിയാവോ? ദൈവത്തിൻ്റെ പ്ലാൻ ഉള്ളവൻ നിന്നിൽ നിന്ന് പുറത്തു വരുന്നത് വരെ നിന്റെ വിഷയം നീണ്ടുകൊണ്ടിരിക്കും. ലേയം, നിന്റെ വിഷയം നീണ്ടത് യോശുവയ്ക്ക് ശേഷം അടുത്തെഴുന്നേൽക്കേണ്ട ലീഡർ നിന്റെ അകത്ത് ഇരിക്കുന്നേ. ഇന്ന് രാത്രി വർഷങ്ങൾ നീളുന്നത് നീ ഭാരപ്പെടണ്ട. അടുത്തൊരു തലമുറയെ ഇത് രാത്രി അങ്ങനെ ഒരു തീ ഇതിനകത്ത് കത്തുന്നുണ്ട്. ഈ 19ാമത്തെ രാത്രിയിൽ നിന്റെ വിടുതലിന്റെ ചില തലമുറകൾ എഴുന്നേറ്റ് വരിക. ഈ കാലങ്ങളായി വേദനിക്കുന്ന ചില വിഷയമുണ്ടല്ലോ, ഇന്ന് രാത്രി പൈശാചിക തന്ത്രങ്ങളെ പൊളിച്ച് നിന്റെ തലമുറയെ പുറത്തെടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ യോശുവയുടെ മരണശേഷം സ്തുതി എന്ന അർത്ഥമുള്ള യഹൂദയ ദൈവം മുമ്പിൽ നിർത്തുക.
എന്നാലും യഹൂദയിൽ നിന്ന് ഒരുവനെ തിരഞ്ഞെടുത്ത് രാജാവ് എന്നുള്ള ലേബൽ കൊടുത്തില്ല. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ കീ വേർഡ് എന്ന് പറയുന്നത്, കേന്ദ്രവാക്യം എന്ന് പറയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 17-6 വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു. ആരില്ലായിരുന്നു? അതുകൊണ്ട് ഓരോരുത്തനും, അടുത്ത പദം പറഞ്ഞേ, ബോധിച്ചതുപോലെ ആര് നടന്നു? ഇസ്രായേൽ. എങ്ങനെ നടന്നു? ബോധിച്ചതുപോലെ. റീസൺ എന്നാ? രാജാവില്ല. അപ്പോൾ രാജാവില്ല എന്നുള്ളത് അത് ഭയങ്കര ഒരു കുറവാണ്. ഒരു രാജ്യമായാൽ ഒരു രാജാവ് വേണം, റൈറ്റ്? ഒരു കുടുംബമായാൽ ഒരു ഗൃഹനാഥൻ വേണോ? വേണം. ഒരു സഭയായാൽ ഒരു പാസ്റ്റർ വേണം. എല്ലാത്തിനെയും നയിക്കാൻ എല്ലാ മേഖലയിലും ഒരു ലീഡർ ഉണ്ടാകണം. ഒരു ലീഡർ ഉണ്ടാകുമ്പോഴാണ് കാര്യങ്ങൾ ഓർഡറിലാകുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ കാര്യങ്ങൾ ഓർഡറിലല്ല, ഡിസോർഡറിലാണ്. കാര്യം എന്താണെന്നറിയാവോ? രാജാവില്ല. രാജാവില്ലാതെ വന്നപ്പോൾ ജനം എങ്ങനെ നടക്കാൻ തുടങ്ങി? ബോധിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധിച്ചതെല്ലാം അകത്ത് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഈ ബോധിച്ചതുപോലെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം അകത്ത് കയറി വരുമ്പോൾ ഇത് ഇവിടെ പറ്റൂല എന്ന് പറയാൻ ഒരാളില്ല. ഒരു രാജാവില്ല. സ്വതന്ത്രം പറഞ്ഞേ, ഇതിവിടെ നടക്കത്തില്ലെന്ന് പറയാൻ ആള് ഇല്ല. അപ്പോൾ രാജാവില്ലാത്തത് വലിയൊരു കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്, അതിനു മുമ്പ് അന്യദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ രാജാക്കന്മാരില്ലാത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ യോശുവ ഇവിടെ മരണശേഷം യഹൂദയെ എഴുന്നേൽപ്പിച്ചു. തുടർന്ന് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ അസ്തരോത്ത് പ്രതിഷ്ഠകളും അന്യദൈവങ്ങളും വർദ്ധിച്ചു. എന്ത് വർദ്ധിച്ചു? അസ്തരോത്ത് പ്രതിഷ്ഠകളും അന്യദൈവങ്ങളും വർദ്ധിച്ചു. അസ്തരോത്ത് പ്രതിഷ്ഠകളും അന്യദൈവങ്ങളും വർദ്ധിച്ചപ്പോൾ ദൈവത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാര്യം അറിയോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അവരുടെ ലൈഫിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ളതെല്ലാം കയറി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഈ റിവൈവൽ ചർച്ചിൽ വരുന്നുണ്ട്, കാര്യം ശരിയാ. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു കാര്യവും നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകരുത്. ദൈവപ്രവർത്തിക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? ലൈഫിനകത്ത് ഉണ്ടാകരുത്. അപ്പോൾ പേര് ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ ജനമെന്ന, പക്ഷേ ദൈവത്തിന് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്നറിയാവോ? അവരുടെ അകത്ത് യഹോവയായ ദൈവമില്ല. അവരുടെ അകത്ത് മുഴുവനും അസ്തരോത്ത് പ്രതിഷ്ഠകൾ, അന്യദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങൾ കുടിയിരിക്കുകയാണ്. ഈ പൈശാചിക മണ്ഡലങ്ങൾ കുടിയിരിക്കുമ്പോൾ അടുത്ത് 1 ശമൂവേൽ നമ്മൾ കയറുമ്പോൾ 4-ാം അധ്യായത്തിൽ നടക്കുന്ന ഫെലിസ്ത്യരുമായിട്ടുള്ള 2 യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റുപോകുന്നു. ആര് തോറ്റു? ആരോട് തോറ്റു? ഫെലിസ്ത്യരോട്. ശത്രുവിൻ്റെ മുമ്പിൽ ദൈവമക്കൾ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ദൈവജനം ഒരു പട്ടണത്തിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു അപമാനമല്ലേ? ദൈവത്തിന് നമ്മെ തോൽപ്പിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ജീവിതത്തിനകത്ത് ദൈവമക്കൾ എന്ന് പറയുന്നവർ പലപ്പോഴും തോറ്റുപോകുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നൊക്കെ അകത്തുണ്ട്. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നെങ്കിൽ, നിന്നെ ഒരു ഫിൽറ്ററിനകത്തൂടെ കയറ്റിയിറക്കി ദൈവഹിതമില്ലാത്തതെല്ലാം വലിച്ചു പുറത്തിറങ്ങി എന്നെങ്കിൽ ഇന്ന് രാത്രി പരാജയമല്ല, പരാജയങ്ങൾ ആവർത്തിച്ചു വന്ന് നിന്റെ ലൈഫിനകത്ത് ദൈവാത്മാവ് ജയം തരാൻ പോകുക. കർത്താവ് തന്നെ ജയിപ്പിക്കും. കർത്താവ് നമ്മൾ എന്ത് ചെയ്യും? ജയിപ്പിക്കും. ആമേൻ. ഈ പേപ്പറിനകത്ത് ഒന്നും എഴുതാത്തവന് പാസ് മാർക്ക് പോലും ഇടാൻ അറ്റ്ലീസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനെങ്കിലും എന്ത് ചെയ്യണം? ഒന്ന് അറ്റൻഡ്. നമ്മുടെ പേപ്പർ ബ്ലാങ്ക് ആണെങ്കിൽ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, ഇന്ന് രാത്രി ദൈവം പ്രവർത്തിക്കണമെങ്കിൽ എഴുതി കള. ഇന്ന് രാത്രി
നിന്റെ ലൈഫിനകത്ത് നിൽക്കുന്ന സകല അൺവാണ്ടഡ് ആയിട്ടുള്ളതല്ല. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് ഒരു ശുദ്ധീകരണം ആത്മാവ് ചെയ്യുകയാ. എന്നോട് പറയുന്നു, ഈ 2024 സഭയെ ഫിൽട്ടറിനകത്തൂടെ കയറ്റി ഇറക്കിയ വർഷമാ. പ്രതീക്ഷിച്ച പലതും ആലയത്തിനകത്തില്ല. കാരണം എന്നറിയോ? സഭ ഫിൽട്ടറിനകത്താണ്. നമ്മൾ ഈ വാട്ടർ പ്യൂരിഫയർ വയ്ക്കാറുണ്ടല്ലേ? വയ്ക്കാറുണ്ട്. ആ പ്യൂരിഫയറിനകത്ത് നമ്മൾ ഒരു ലൈൻ എന്ത് ചെയ്യും? കൊടുക്കും. അതിനകത്ത് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം വേറെയാണ്. പക്ഷേ പ്യൂരിഫയറിൽ നിന്ന് നമ്മൾ പിടിക്കുന്ന വെള്ളം വേറെ. വെള്ളം മാറുക. വെള്ളത്തിന് എന്തുണ്ടാകുന്നു? മാറ്റം ഉണ്ടാകും. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വല്ലപ്പോഴെങ്കിൽ ഈ പ്യൂരിഫയർ ഇളക്കി അത് സർവീസിൽ കൊണ്ടുപോകണം. സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ പ്യൂരിഫയറിൻ്റെ മോട്ടർ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ സകല അഴുക്കും. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഒരു പ്യൂരിഫയർ നമുക്ക് വേണം. അഴുക്ക് കയറാത്ത തലത്തിൽ നിന്നെ ഒരു നെറ്റിട്ട്, പരിശുദ്ധാത്മാവെന്ന നെറ്റിട്ട് ഇന്ന് രാത്രി കവർ ചെയ്തോണം. ഞാൻ ആത്മാവിൽ പറയാം, വിശുദ്ധിയുടെ തലത്തെ പിടിക്കാൻ കഴിയാത്ത ഒരുവന് ഈ അന്ത്യ കാലഘട്ടത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. വിശുദ്ധിയുടെ തലം ആലയത്തിനകത്ത് ഇന്ന് രാത്രി അശുദ്ധാത്മാക്കൾ അടിഞ്ഞു പോകട്ടെ. ജനത്തിന്റെ മേൽ അടക്കി വാഴുന്ന സകല അശുദ്ധാത്മാവിന്റെ ശക്തികളും ഒരു പ്യൂരിഫയർ വെച്ചോണം കേട്ടോ. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് എല്ലാം അകത്ത് കയറിയപ്പോൾ 4-ാം അധ്യായത്തിൽ 2 പരാജയം, 34,000 പേർ മരിക്കുക. മരിക്കുമ്പോൾ മരണത്തിൻ്റെ കാരണം പ്രവാചകൻ 7-ാം അധ്യായത്തിൽ പറയാം, അന്യ ദൈവങ്ങളെ മാറ്റണം, അസ്തരോത്ത് പ്രതിഷ്ഠയെ മാറ്റണം, പൂർണ്ണ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ ജയം ഉണ്ടാകും. അപ്പോൾ ജയം ഉണ്ടാകണമെങ്കിൽ എന്ന് പറയാൻ ശുദ്ധീകരണം നടക്കണം. ഈ ശുദ്ധീകരണം ഉള്ളെടുത്ത് ദൈവം ഇറങ്ങത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം ഇറങ്ങുന്നത് ഉപവാസ പ്രാർത്ഥനയിലല്ല, ദൈവം ഇറങ്ങുന്നത് ആരാധനയിലല്ല, ദൈവം ഇറങ്ങുന്നത് വിശുദ്ധ സ്ഥലത്താണ്. നീ എന്ന മണ്ണിരയപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുമോ, അപ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങും. നമ്മുടെ ചിന്ത ഒന്ന് കൈ ഒന്ന് ഫാസ്റ്റ് അടിച്ച് 2 ചാട്ടം ചാടിയ ദൈവം ഇറങ്ങുന്ന തെറ്റിപ്പോയി. ദൈവം ഇറങ്ങത്തില്ല കേട്ടോ. നിന്റെ ചാട്ടത്തിനകത്തല്ല ദൈവം ഇറങ്ങുന്നേ, നിന്റെ കൈ അടിക്കകത്തല്ല ദൈവം ഇറങ്ങുന്നേ. എപ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടുവോ അവിടെയാണ് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങുന്നേ. കാരണം എന്നറിയാവോ? അശുദ്ധന്റെ മേൽ അശുദ്ധാത്മാവുള്ളെടുത്ത് അശുദ്ധനായ ഒരുവന്റെ മേൽ ദൈവം ഇറങ്ങിയാൽ അവൻ കത്തിപ്പോകും. അത് ദൈവം ഈ ഭൂമിയിൽ വന്നത് ദൈവമായിട്ടല്ല, മനുഷ്യരായിട്ടാ വന്നേ. ദൈവമായിട്ട് ഈ ഭൂമി ഇറങ്ങിയാൽ ഈ ഭൂമി താങ്ങത്തില്ല. കാരണം ഇത് അശുദ്ധി നിറഞ്ഞതാ. ഇന്ന് രാത്രി ദൈവം നിന്നിൽ വസിക്കണമെങ്കിൽ ഈ 19-ാമത്തെ രാത്രിയിൽ ഒരു പ്യൂരിഫയർ വയ്ക്കുക. രണ്ട് തോൽവിയുണ്ടായി. തോൽവിയുടെ കാരണം പറഞ്ഞ് ജയത്തിലേക്ക് നയിച്ച പ്രവാചകനാണ് ശമൂവേൽ പ്രവാചകൻ. കേൾക്കണം. അതിനുശേഷം ശമൂവേൽ പ്രവാചകന്റെ കാലമാണ്. രാജാവില്ലാത്തതിൻ്റെ കുറവ് ആരറിയിച്ചില്ല? ശമൂവേൽ പ്രവാചകൻ അറിയിച്ചില്ല. അങ്ങനെ നമ്മൾ ഈ ശമൂവേൽ 1 ശമൂവേൽ പുസ്തകം ഇങ്ങനെ പഠിച്ച് 8-ാം അധ്യായത്തിനകത്ത് കയറി വരുമ്പോൾ ശമൂവേൽ വൃദ്ധനാകുന്നു. ശമൂവേൽ ആരാകുന്നു? വൃദ്ധനാകുന്നു. ശമൂവേൽ വൃദ്ധനായപ്പോൾ അടുത്ത തലമുറയെ പിടിച്ച് ന്യായാധിപന്മാരാക്കി. ആരെ?
ശമൂവേലിൻ്റെ പുത്രന്മാരായ യോവേലിനെയും അബിയാവിനെയും പിടിച്ച് ഇസ്രായേലിൽ ആരാക്കി? ന്യായാധിപന്മാരാക്കി. അവർ ഇസ്രായേലിൽ ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. ഇത് 8-ാം അധ്യായമാണ് പറഞ്ഞത്. 1 ശമൂവേൽ 8-ാം അധ്യായം. ബേർഷേബയിൽ ന്യായപാലനം ചെയ്തു പോകുന്നു. 1 ശമൂവേൽ 8-ന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു. ആരുടെ പുത്രന്മാർ? ശമൂവേലിൻ്റെ പുത്രന്മാർ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ആത്മമണ്ഡലത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന അഭിഷക്തന്റെ തലമുറകളെ പിശാച് കയ്യിലെടുത്തു. ഈ പിശാചിന് വിശ്വാസിയുടെ മോനെന്നോ പാസ്റ്റർ മോനെന്നൊന്നുമില്ല. പൈശാചിക മണ്ഡലത്തിന് പ്രവാചകന്റെ മോനെന്നൊന്നും ഇല്ല. ദാൻ മുതൽ ബേർശേബ വരെ ഇളക്കി മറിച്ച പ്രവാചകന്റെ തലമുറയെ ആരെടുത്തു? അതാ 8:3 പറയുന്നു, അവർ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ശമൂവേൽ പ്രവാചകന്റെ തലമുറകളെ കൈക്കൂലി കേസിൽ പിടിച്ചു. കൈക്കൂലി കേസിൽ പിടിച്ചത് ഇസ്രായേൽ മുഴുവൻ പാട്ടായി. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് തലങ്ങളിലൊക്കെ ഗവൺമെൻറ് എംപ്ലോയീസിന് ന്യായമായ സാലറിയിലിരിക്കെ ഈ ആർത്തി കയറി ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹം അകത്ത് കയറി കൈക്കൂലി വാങ്ങിക്കും. അത് വിജിലൻസ് എന്ത് ചെയ്യും? പിടിക്കും. അവരെ പിടിച്ച് ആ ഓഫീസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പോലീസ് വാനിലോട്ട് കയറ്റുമ്പോൾ ഈ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ഓഫീസർ എങ്ങനെയാ പോകുന്നത്? അപ്പോൾ പുറത്ത് മീഡിയ എല്ലാം വന്നു നിൽക്കും. ഇവരെങ്ങനാ പാസ് ചെയ്ത് കയറുന്നത്? എങ്ങനെയാച്ചാ ഹെഡ് വെയിറ്റ് ഒക്കെ അടിച്ച് അങ്ങനെയാണോ? പിന്നെ എങ്ങനെ? മുഖം പറയ്ക്കും അല്ലേ? എന്ത് ചെയ്യും? മുഖറക്കി എന്ന് പറഞ്ഞാൽ കൈക്കൂലി കേസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ നാണം കെട്ട വിഷയമാണ്. അത് ഭയങ്കര നമ്മുടെ ഇമേജിന് കോട്ടം സംഭവിക്കുന്ന ക്രൈമാ, വില പോകുന്ന ക്രൈമാ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൽ ഇങ്ങനത്തെ വില പോകുന്ന കേസിൽ, തലകുനിക്കുന്ന കേസിൽ പിടിക്കപ്പെട്ടത് ആരെന്നറിയാവോ? ഇസ്രായേലിനെ ഇളക്കി മറിച്ച പ്രവാചകന്റെ തലമുറകളെയാ. ഇത് ഭയങ്കര ക്രൈമാ. ന്യായം മറിഞ്ഞു. ന്യായം മറിഞ്ഞത് എപ്പോഴെന്നറിയാവോ? ഇമാരെപ്പോഴാ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ടെ? എപ്പോഴാ? ന്യായാധിപൻ ആക്കിയപ്പോഴാ. എപ്പോഴാ? അപ്പൊ ന്യായാധിപന്മാരാകുന്നതിന് മുന്നേ പ്രശ്നം ഇല്ലായിരുന്നു. അപ്പോൾ പിശാച് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത് എപ്പോഴെന്നറിയാവോ? നിന്റെ കയ്യിൽ ഒരു നന്മ വരുമ്പോഴാ. എപ്പോഴാ? ശമൂവേലിന്റെ ബാലന്മാരെ തലമുറകളെ പിശാച് തൊട്ടതപ്പോഴാ? ന്യായാധിപന്മാരാകുന്നതിന് മുമ്പാണോ? അല്ല. അതാ ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞു, നീ നന്മ പ്രാപിക്കുമ്പോൾ സൂക്ഷിച്ചോണം. നീ അനുഗ്രഹത്തിന്റെ അടുത്ത തലത്തിലേക്ക് കയറുമ്പോൾ ശുശ്രൂഷിച്ചോണം. നിന്റെ ശുശ്രൂഷ വെളിപ്പെടുമ്പോൾ ശുശ്രൂഷിച്ചോണം. നീ ഒരു ഭവനം പണിയുമ്പോൾ സൂക്ഷിച്ചോണം. സ്വതന്ത്രം പറ. നീ എപ്പോൾ അടുത്തൊരു അനുഗ്രഹത്തിലേക്ക് കയറുവോ, നിന്റെ പിന്നാലെ ആ അനുഗ്രഹത്തിൽ നിന്ന് നിന്റെ മൂടോടെ പറിച്ചു കളയാൻ നിന്റെ പുറകെ പിശാചുണ്ട്. അതാ പറയുന്നേ, ദൈവം ഉയർത്തുമ്പോൾ നീ താണിരിക്കണം. താഴാത്തവനെ പിശാച് മുതലെടുക്കും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ മേൽ ഒരു അനുഗ്രഹം ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി താഴാൻ തയ്യാറാണോ? അപ്പൊ ന്യായാധിപന്മാരായപ്പോൾ കൈക്കൂലി കേസിൽ പിടിച്ചു. ന്യായം മറിഞ്ഞു. ന്യായം മറിഞ്ഞപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം ഒരുമിച്ച് കൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് ആവശ്യപ്പെടുക. 1 ശമൂവേൽ 8:5, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണം. ഞങ്ങൾക്ക് ആര് നിയമിച്ചു തരണം? കണ്ടോ, ഇസ്രായേൽ മൂപ്പന്മാർ ആദ്യമായിട്ട് ചോദിക്കുക, ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഞങ്ങൾ പ്രോഫറ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല, ഞങ്ങൾ ന്യായാധിപന്മാരിൽ ഇനി സാറ്റിസ്ഫൈഡ് അല്ല, ഞങ്ങൾക്ക് രാജാവ് വേണം.
ഞങ്ങൾക്ക് ആരാ വേണം? രാജാവ് വേണം. ഈ രാജാവ് വേണമെന്ന് ഇസ്രായേൽ മൂപ്പന്മാർ ആവശ്യപ്പെട്ടപ്പോൾ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ശമൂവേലിന് അത് അനിഷ്ടമായി തോന്നി. കാര്യം എന്നറിയോ? അതുവരെ ഇസ്രായേലിനെ റൂൾ ചെയ്യുന്നത് ആരാ? ശമൂവേല. അപ്പോൾ ശമൂവേലിന്റെ സ്ഥാനത്താണ് അടുത്തൊരാളെ എന്ത് ചെയ്യുന്നേ ചോദിക്കുന്നേ. പുള്ളിക്ക് അത് അനിഷ്ടമായി തോന്നി. അനിഷ്ടമായി തോന്നിയപ്പോൾ ആ അനിഷ്ടത അകത്ത് വെച്ചോണ്ടിരുന്നില്ല. ആമേൻ. ശമൂവേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശമൂവേൽ എന്ത് ചെയ്തു? ഞാൻ പറയാം, അകത്തൊരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കരുത് കേട്ടോ. ഒരു വ്യക്തിയെക്കുറിച്ചോ ആരെങ്കിലും കുറിച്ച് നിന്റെ അകത്തൊരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യരുത്? മനസ്സിൽ വെക്കരുത്. അത് പ്രാർത്ഥിച്ച പോരിനെ അഴിക്കണം. നമ്മുടെ പ്രശ്നം എന്നറിയോ? ഒരു നെഗറ്റീവ് അടിച്ചാൽ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും, പറയത്തില്ല, ജയമേറ്റെടുക്കത്തില്ല. അതിൻ്റെ മേലെ അടുത്ത വിഷയം വരും. അവസാനം എല്ലാം കൂടെ വന്നിട്ട് ഒരുമിച്ചിട്ട് അടിച്ച് തകർത്തു കളയും. ഇന്ന് രാത്രി ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകന്റെ ജയമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അകത്ത് കയറി ആ നെഗറ്റീവ് സ്പിരിറ്റിനെ പ്രാർത്ഥനയിൽ പൊട്ടിച്ചു കളഞ്ഞു. എന്നോട് കർത്താവ് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില വ്യക്തികളുടെ അകത്ത് കിടക്കുന്ന ചില നെഗറ്റീവ് സ്പിരിറ്റുകളെ പ്രാർത്ഥനയിൽ ജയിച്ചു കയറുമോ? സ്വത്രം പറഞ്ഞേ, കരമുയർത്തി ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആര് വേണം? രാജാവ് വേണം. ഈ രാജാവ് വേണമെന്ന് പറയുമ്പോൾ ഈ ഇസ്രായേൽ മൂപ്പന്മാർ പറഞ്ഞ പദം, നീ വൃദ്ധനായിരിക്കുന്നു. 5-ാമത്തെ വാക്യം 8:5. നീ വൃദ്ധനായിരിക്കുന്നു. നീ ആരായിരിക്കുന്നു? അടുത്ത പദം, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല. ഇതിനർത്ഥം നീ വൃദ്ധനല്ലായിരുന്നുവെങ്കിൽ നീ രാജാവായാൽ മതി. മനസ്സിലായോ? നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടന്നിരുന്നെങ്കിൽ വേറെ രാജാവിനെ തേടി പോണ്ട, നിന്റെ പുത്രന്മാരായാൽ മതി, രാജാവായാൽ മതി. ഇതിനർത്ഥം ശമൂവേലിന്റെ പുത്രന്മാരായ യോവേലിന്റെ മേലും അബിയാവിന്റെ മേലും വീഴേണ്ട അഭിഷേകമാണ് ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിന്റെ മേൽ വീണത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ അഭിഷേകം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോളാം, ഇത് പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം എന്ന് പറയുന്നത് പിതാക്കന്മാരെ ഓർത്ത് ഒഴിക്കുന്നതല്ല അഭിഷേകം. എൻ്റെ വല്യപ്പച്ചൻ ഇന്ന സംഘടനയുടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് കൊച്ചുമോനായ ഞാൻ അഭിഷേകം പ്രാപിക്കണമെന്ന് ഈ പിതാക്കന്മാരെ ഓർത്ത് തലമുറകളെ വിടുവിക്കും. ഞാൻ ഇന്ന് രാത്രി ഇവിടെ എന്നെ ദൈവം അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത് ജോയ്ക്കുട്ടി പാസ്റ്റർ മോനായതുകൊണ്ടല്ല. അഭിഷേകത്തിന്റെ മുമ്പിൽ ജോയ്ക്കുട്ടി പാസ്റ്റർ മോനെന്നോ ശമൂവേലിന്റെ മോനെന്നോ ദാവീദിന്റെ മോനെന്നോ അങ്ങനെയൊന്നും ദൈവത്തിനില്ല. പിതാക്കന്മാരെ ഓർത്ത് തലമുറകളെ വിടുവിക്കും, പിതാക്കന്മാരെ ഓർത്ത് തലമുറകളെ അനുഗ്രഹിക്കും. എന്നാൽ പിതാക്കന്മാരെ ഓർത്ത് തലമുറകളെ അഭിഷേകം ചെയ്യത്തില്ല. അഭിഷേകം ആ കാറ്റഗറിയിലുള്ളതല്ല. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ വിടുവിച്ചു. ഇന്ന് രാത്രി ഇതിനകത്ത് മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ വിടുതലുകൾ കൊണ്ടുവരും, അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ തലമുറകളുടെ മേൽ അഭിഷേകത്തെ കൊണ്ടുവരത്തില്ല. അഭിഷേകം ആരുടെ മേൽ ഒഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവിക വെളിപ്പാടിൽ നടക്കുന്നവന്റെ മേൽ വീഴുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഈ പിതാക്കന്മാരെ ഓർത്തൊഴിക്കുന്നതാണ് അഭിഷേകമെങ്കിൽ എന്തുകൊണ്ട് അഭിഷേകം യോവേലിൻ്റെ മേലും അബിയാവിൻ്റെ മേൽ വീണം? കാരണം ആരാ? യോവേലിൻ്റെ അപ്പൻ പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ. ഈ ശമൂവേലിൻ്റെ അമ്മയാരാ? പ്രാർത്ഥിക്കുന്ന ഹന്ന, കരയുന്ന ഹന്ന. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചുള്ള വീട്ടിൽ കൊച്ചുമക്കൾ ആരാകണം? രാജാവാകണം. പക്ഷെ വീണില്ല. പക്ഷേ അഭിഷേകത്തിന്റെ തൈലം വീണത് ബെന്യാമിൻ ഗോത്രത്തിൽ വെച്ച് ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട കീശിന്റെ മകനായ ശൗലിന്റെ മേൽ അഭിഷേകം വീണു. ആരുടെ മേൽ വീണു? കീശിന്റെ മകനായ. ഇന്ന് രാത്രി ദൈവം
കുലം നോക്കാതെ ദൈവം അഭിഷേകം ഒഴിക്കും. മുഖം നോക്കാതെ ദൈവം അഭിഷേകം ഒഴിക്കും. അഭിഷേകത്തിന്റെ റേഞ്ചിനകത്ത് കയറി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 19ാമത്തെ രാത്രിയിൽ നിന്റെ തലമുറയുടെ മേൽ ഇതുവരെ വീഴാത്ത ഈ 19ാമത്തെ രാത്രി ഇതിനകത്ത് നിന്ന് അഭിഷേകത്തിന്റെ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്വീകരിച്ചോ? പറ. നിന്റെ തലമുറ ആ റേഞ്ചിനകത്ത് കയറാൻ പോകുക. നിന്റെ തലമുറ ആ ആത്മതലത്തിൽ കയറാൻ പോകുക. അഭിഷേകത്തിന്റെ തലത്തിൽ. എന്തുകൊണ്ട് ശൗലിന്റെ മേൽ വീണു? അത് പറയാം. അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒറ്റ കാര്യം പറയാം. എന്തുകൊണ്ട് ശൗലിന്റെ മേൽ വീണു? യോവേലിനും അബിയാവിനും ഇല്ലാത്ത എന്ത് ഗുണമാണ് ശൗലിന് ഉള്ളത്? കേട്ടോണം. നമുക്കറിയാം ഈ ശൗലിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് 1 ശമൂവേൽ 9-ാം അധ്യായത്തിനകത്താണ്. അവിടെ എഴുതിയിരിക്കുന്നു, ബെന്യാമിൻ ഗോത്രക്കാരനായ കീശ് എന്ന ഒരു ധനികൻ ഉണ്ടായിരുന്നു. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് ശൗൽ എന്ന പേരോടെ ഒരു മകൻ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? കുറച്ച് പറ. ഒരു മകൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അവനെ പറ്റി പറയുന്നു, യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളിൽ എല്ലാവരെക്കാളും ആരായിരുന്നു? കോമളനായിരുന്നു. ആരായിരുന്നു? ഇസ്രായേലിൽ അവൻ്റെ അത്ര പൊക്കമുള്ളവരാരും ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ. അപ്പൊ ശൗൽ ആരാ? ശൗലിന്റെ അപ്പൻ കീശ്, ധനികൻ, ഇസ്രായേലിൽ ഗ്ലാമർ ഉള്ളവൻ. ശൗലിന്റെ അത്ര ഗ്ലാമർ ആർക്കും ഇസ്രായേലിൽ ആർക്കും ഇല്ല. ശൗലിന്റെ അത്ര പൊക്കം ഇസ്രായേലിൽ ആർക്കും ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാജാവാകാനുള്ള ക്വാളിറ്റി ശൗലിന്റെ അപ്പനായ കീശിന്റെ കയ്യിലെ കാശാണോ? അല്ല. രാജാവാകാനുള്ള ക്വാളിറ്റി ഇവന്റെ ഗ്ലാമർ ആണോ? അല്ല. ഇവന്റെ പൊക്കമാണോ? അല്ല. ദൈവം പൊക്കവും ഗ്ലാമറും നോക്കി അഭിഷേകം ചെയ്യുന്നവനല്ല. കാരണം അറിയോ, ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവ് പൊക്കം ഉള്ളവനാണെങ്കിൽ 2-ാമത്തെ രാജാവ് പൊക്കം ഇല്ലാത്തവനാ. 2-ാമത്തവൻ ആരാണ്? പൊക്കം ഇല്ലാത്തവനാ. ശൗലിന്റെ അങ്കി എടുത്ത് ദാവീദ് ഇട്ടപ്പോൾ തനിക്ക് സൂട്ടാകുന്നില്ല അത്. അപ്പൊ രാജാവാകാനുള്ള ക്വാളിറ്റി എന്തല്ല? പൊക്കവും വണ്ണവും ഗ്ലാമറും അല്ല. പിന്നെന്താ ക്വാളിറ്റി? പറയാം. ഒറ്റ ക്വാളിറ്റി പറയുകയാണ്. ഇന്ന് രാത്രി ആ ക്വാളിറ്റിക്കകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഈ 19ാമത്തെ രാത്രിയിൽ അസാധാരണമായ ഒരു അഭിഷേകത്തെ തലമുറകളുടെ മേൽ ദൈവാണ്ഡം ഓടിക്കാൻ പോകുക. എന്താണ് ക്വാളിറ്റി? നമുക്കറിയാം. ശൗലും തൻ്റെ ഭൃത്യനും കൂടെ അപ്പൻ്റെ കഴുതയെ തേടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇറങ്ങുന്നു. ഞാൻ കഴിഞ്ഞ പകൽ പറഞ്ഞതുപോലെ എഫ്രൈം മലനാട്ടിലും ശാലീം ദേശത്തും ബെന്യാമിൻ ദേശത്തും സൂഫ് ദേശത്തൊക്കെ എത്തിയപ്പോഴും പലയിടത്തും അന്വേഷിച്ചിട്ടും ആരെ കിട്ടിയില്ല? കഴുതയെ കിട്ടിയില്ല. കഴുത കിട്ടാതെ വന്നപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോകാം. എവിടെ പോകാം? വാ വീട്ടിൽ പോകാം. വീട്ടിൽ പോകാമെന്ന് ശൗൽ കൂടെയുള്ള ഭൃത്യനോട് പറഞ്ഞ ഒരു റീസൺ ഉണ്ട്. എന്നറിയാവോ? അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട്, 5-ാമത്തെ വാക്യം 9-5, അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ടിട്ട് നമ്മെക്കുറിച്ച് ഓർത്ത് വിഷാദിക്കുമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? അങ്ങനെ എഴുതിയിരിക്കുന്നേ, നമ്മെക്കുറിച്ച് ഓർത്ത് എന്ത് ചെയ്യും? വിഷാദിക്കും. അപ്പൊ ചോദിക്കട്ടെ, എന്താ ശൗല് വീട്ടിൽ പോകാന്ന് പറഞ്ഞേ? വീട്ടിൽ പോയില്ലെങ്കിൽ എൻ്റെ അപ്പൻ വേദനിക്കും. ഇതിനർത്ഥം ശൗൽ എന്ന തലമുറയുടെ പ്രത്യേകത, എൻ്റെ അപ്പൻ വേദനിക്കാൻ പാടില്ല. പാടില്ല. എൻ്റെ അപ്പൻ ഒരു ചെറിയ കാര്യത്തിൽ പോലും ശൗല് പറയാം വീട്ടിൽ പോകാം, തിരിച്ചു പോകാം. ഇറങ്ങി തിരിച്ച വിഷയത്തിന്റെ മറുപടി കിട്ടിയില്ല. എന്നിട്ട് പുള്ളി പറയാ വീട്ടിൽ പോകാമെന്ന്. എന്തുകൊണ്ട് പറഞ്ഞെന്നറിയാവോ? അപ്പനെ കുറിച്ചുള്ള വെളിപ്പാട് ശൗലിനുണ്ട്. ശൗലിന്റെ വെളിപ്പാട് എന്താ? ശൗലിന് അറിയാം, എൻ്റെ അപ്പന് എൻ്റെ അപ്പന്റെ കാണാതെ പോയ കഴുതയെക്കാളും വലുതാണ് എൻ്റെ അപ്പന്റെ രക്തത്തിൽ നിന്ന് പിറന്നു വീണ മകനായ ഞാൻ.
അപ്പോൾ എൻ്റെ അപ്പൻ വേദനിക്കാൻ പാടില്ല. എൻ്റെ അപ്പൻ എന്ത് ചെയ്യാൻ പാടില്ല? പറ. അപ്പൻ വേദനിക്കാൻ പാടില്ല. അപ്പൊ ശൗൽ എന്ന് പറയുന്ന തലമുറയുടെ പ്രത്യേകത, അപ്പനെ വേദനിപ്പിക്കാത്ത തലമുറ. ആരെ വേദനിപ്പിക്കാത്ത? ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പെൺ തലമുറകളോട്, ആൺ തലമുറകളോട് ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിങ്ങൾക്ക് തന്ന ഫിസിക്കൽ ഫാദറിനെയും സ്പിരിച്വൽ ഫാദറിനെയും ഹെവൻലി ഫാദറിനെയും വേദനിപ്പിക്കരുത്. ഈ അപ്പൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവ് അപ്പനെ വേദനിപ്പിക്കാത്ത ശൗലാണെങ്കിൽ, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് ആരെന്നറിയോ? ദാവീദ്. അവൻ ആര്? അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ടവനാ. സ്വത്രം പറ. അപ്പൻ ഉപേക്ഷിച്ചവൻ, അമ്മ അതാ ദാവീദ് പറഞ്ഞേ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ കൈക്കൊണ്ടു എന്ന് ഇന്ന് രാത്രി നിന്റെ മേൽ അഭിഷേകം വീഴും. അപ്പന്റെ വെളിപ്പാടിൽ നടന്നാൽ. കരുതറിയോ, ദാവീദിനെ ഉപേക്ഷിച്ചത് ഫിസിക്കൽ ഫാദറാ, പക്ഷെ ദാവീദ് ഹെവൻലി ഫാദറിന്റെ റേഞ്ചിനകത്താ. ഈ രാത്രി ആത്മാവിൽ പറയാം, നിന്റെ ഹെവൻലി ഫാദറിന്റെ റേഞ്ചിനകത്താണെങ്കിൽ ഈ രാത്രി നിന്റെ മേൽ ആഴമായ തലമുറകളുടെ ആത്മാവ് പറയുന്നു, അപ്പനെ വേദനിപ്പിക്കരുത്. കേട്ടോണേ, ശൗലിന്റെ ഒന്നാമത്തെ ഗുണം, അവൻ അപ്പനെ വേദനിപ്പിക്കാത്ത തലമുറയാ. ആരാണ്? അപ്പനെ വേദനിപ്പിക്കാത്ത തലമുറ. എന്നാൽ ഇസ്രായേൽ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനായ ശമൂവേലിന്റെ തലമുറയായ യോവേലും അബിയാവും അപ്പനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. നാട്ടുകാർ വന്ന് പറയാം, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ എന്ത് ചെയ്യുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നാട്ടുകാർ നമ്മളോട് പറയാം, നിങ്ങൾ ഡീസൻ്റ് ആണ് കേട്ടോ, പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വഴിയിലല്ലെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ഹൃദയം വേദനിക്കുകയില്ലയോ? വേദനിക്കും. കേൾക്കണം, അതാ അപ്പനെ വേദനിപ്പിച്ച യോവേലിൻ്റെ മേൽ അഭിഷേകം വീണില്ല, അപ്പനെ വേദനിപ്പിക്കാത്ത ശൗലിന്റെ മേൽ വീണോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രിയിൽ നീ വേദനിപ്പിക്കുന്നവനാകരുത് കേട്ടോ. ഇന്ന് രാത്രി അത് സ്വീകരിച്ചോണം. ഈ ദൂത് സ്വീകരിച്ചു മടങ്ങിക്കോണം. ഈ ദൂത് സ്വീകരിച്ചു മടങ്ങിക്കോണം. നീ അപ്പനെ വേദനിപ്പിക്കുന്നവനല്ല. ഇന്ന് രാത്രി അപ്പനെ സന്തോഷിപ്പിക്കുന്നവനാണെങ്കിൽ ആരുടെ മേൽ പകരാത്ത ഒരു അഭിഷേകത്തെ ശൗലിനെ കേട്ടോ. ശൗല് പറയാ, വീട്ടിൽ പോകാം. എന്ത് ചെയ്യാം? ഇവൻ ആരെന്നറിയാമോ? ഇവൻ്റെ അപ്പൻ്റെ കയ്യിൽ നല്ല കാശ് ഉണ്ട്, ഗ്ലാമറുണ്ട്, നല്ല തിളയ്ക്കുന്ന യൗവന പ്രായം. ഇങ്ങനെ ഒരു പയ്യൻ സമയത്തിന് വീട്ടിൽ കയറുമോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം നല്ല കാശുകാരൻ, ഒരു മകൻ, ഗ്ലാമറുണ്ട്. ഇസ്രായേലിൽ അവൻ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ സകല പെണ്ണുങ്ങളും ആണുങ്ങളും ആരെ നോക്കും? പറ. ശൗലിനെ നോക്കും. അവൻ സമയത്തിന് വീട്ടിൽ കയറോ? ഇവിടെ ഒന്നും ഇല്ലാതിരുന്നിട്ട് സമയത്തിന് എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ വല്ലതും ഉണ്ടെങ്കിലോ? അപ്പോൾ പാപം ചെയ്യാൻ സാധ്യതകളില്ലാത്തത് കൊണ്ടല്ല അവൻ മര്യാദയ്ക്ക് നടന്നത്, അപ്പൻ്റെ വെളിപ്പാട് അകത്തുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ആ വെളിപ്പാടിൽ നടക്കുന്നവനെ സെപ്പറേറ്റ് ചെയ്ത് ആരുടെ മേലും ഒഴിക്കാത്ത അഭിഷേകത്തെ ഒഴിച്ച് ഗിൽഗാലിനകത്ത് കൊണ്ടുപോയി നിന്റെ രാജ്യത്വത്തെ ഉറപ്പിക്കാൻ പോകുകയാണ്. ഈ രാത്രി ആരാ സ്വീകരിക്കുന്ന ഇത്? ഈ 19ാമത്തെ രാത്രിയിൽ സഭയുടെ രാജ്യത്വത്തെ സ്വീകരിച്ചോ? അത് ഈ മക്കളല്ലാതെ സ്വീകരിച്ചോ? കരമടിച്ചാത്മാവിൽ സ്വീകരിച്ചോ? നിന്റെ മേൽ വീഴട്ടെ അത്. അപ്പനെ വേദനിപ്പിക്കാത്തൊരു തലമുറ.
ചില തലമുറകളെ ആത്മാവ് സന്ദർശിക്കുക. നിന്റെ കൂടാരത്തിനകത്ത് തലമുറകളെ ദൈവാത്മാവ് സന്ദർശിക്കുന്നു. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. ആ ദൂതിനകത്ത് ചാടി പിടിച്ചോ. ആത്മശക്തിക്ക് വില കൊടുക്കുന്ന, ഗിൽഗാലിനകത്തിരുന്ന് അടുത്ത റേഞ്ചിനെ പിടിക്കുന്ന ഒരു തലമുറ ഇന്ന് രാത്രി കയറി വാ. ഈ രാത്രി ആത്മാവ് തൊടുക. നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ഒരു ബന്ധനത്തെ ആത്മാവ് ഈ രാത്രി പൊട്ടിക്കുന്നു. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. നിന്റെ ഉപവാസം വെറുതെ ആകത്തില്ലകത്തോ. നീ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വരിക. നിന്റെ തലമുറ നിന്റെ വെളിപ്പാട് നിൽക്കാൻ പോകുക. അപ്പന്റെ വെളിപ്പാട് നിൽക്കുന്ന അടുത്ത തലമുറ കയറി വരുന്നു. അപ്പന് കരം കൊടുക്കുന്ന അടുത്ത തലമുറ രാജ്യങ്ങളെ പിടിക്കാൻ, പട്ടണങ്ങളെ പിടിക്കാൻ, ഇസ്രായേലിന്റെ മേൽ വാഴ്ച നടത്താൻ. ഈ തലമുറയിൽ ദൈവം കണ്ട മനുഷ്യരാണി. നിന്റെ മേൽ ഒരു അഗ്നി ഇറങ്ങുക. സ്വീകരിച്ചോ അത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രിയിൽ ഒരാത്മ ശുദ്ധീകരണം നടക്കട്ടെ. നിന്റെ ഈ തലമുറയിൽ വീഴാത്ത ഒരു പുത്തൻ അഭിഷേകത്തെ ആത്മ വിടാൻ പോകുക. സ്വീകരിക്കുക, സ്വീകരിക്കുക. Come on, come on church, come on church. It is your time. ഇത് നിന്റെ സമയമാണ്, ഇത് നിന്റെ സമയമാണ്. നിന്റെ മുമ്പിൽ അടുത്തൊരു സീസൺ ദൈവാത്മാവ് തുറക്കുക. വാഴ്ചയുടെ ഒരു സീസൺ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് അവന്റെ ഭാഗങ്ങളെ പൊട്ടിച്ച് സ്വീകരിച്ചോ, സ്വീകരിച്ചോ. നിന്നെ തകർത്ത് ഉടച്ച് സകലത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യ ചിഹ്നമായി നിർത്തുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ, നിന്റെ ഭാവിയെ വരെ തകർത്ത് നീ ജയിക്കയില്ലെന്ന് പറഞ്ഞ ആ മേഖലയുടെ മേൽ ഇന്ന് രാത്രി വലിയൊരു ജയ ആത്മാവ് തരിക. വളരെ പ്രാപിച്ചോ നീ അത്. നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി തുറക്കുക. തുറക്കട്ടെ, 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 തുറക്കട്ടത്, തുറക്കട്ടത്, തുറക്കട്ടെ, 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 തുറന്നു വരട്ടത്, തുറന്നു വരട്ടത്. ചില നന്മകൾ ഒഴുകി വരുന്നു. അടുത്ത രാജ്യങ്ങൾക്കകത്തേക്ക് കയറുന്ന തലങ്ങളിൽ ആത്മാവ് നിനക്കൊരു വഴി കട്ടുക. പ്രാപിച്ചോ. അർദ്ധചാലം വൈഡക്കമലം ചുടവൽ കമലം പ്രബലം ചൂടവലം തവ നക്ഷധാര ചൂടക്കടകം അർദ്ധചേലക്കാര കടകച്ചാര ചൂടവലം തല വൗഡവലഗജ. ഈ സഭയുടെ വളരുന്ന ഒരു വൃക്ഷമാക്കി മാറ്റും. നിന്നെ ഈ ആലയത്തിൽ ആത്മാവ് കണക്ട് ചെയ്ത് നിന്നിലൂടെ ചില പ്രവർത്തനങ്ങൾ ആത്മാവ് ചെയ്യും. നീ ഈ ചർച്ചിൽ വന്നതല്ല, ദൈവാത്മാവ് കൊണ്ടുവന്നതാ. ഈ ആലയത്തിൽ നീ വന്നതിലൂടെ നിന്നെ മുടങ്ങിക്കിടക്കുന്ന ചില നന്മകളെ ആത്മാവ് ഓപ്പൺ ചെയ്തെടുക്കുമെന്ന്. സ്വീകരിച്ചോ. ഈ തലമുറകളുടെ മേൽ വീഴട്ടെ. നിന്റെ മേൽ വീഴുകാതെ ശൗലിന്റെ മേൽ വീണതുപോലെ